സമർത്ഥനായ എഞ്ചിനീയർ. എനിക്കെന്തോ വല്ലാത്ത പ്രതീക്ഷ തോന്നുന്നു. ഇന്ന് മലപ്പുറത്തിന്റെ മാറിയ കാഴ്ചകൾ എന്താണ്? ദേശീയപാതയുടെ പണികൾ എത്ര ശതമാനം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു? നമുക്ക് കാണാം, വളരെ മനോഹരമായ കാഴ്ചയാണ്. നോക്കടാ, വിഷ്വൽ ബ്യൂട്ടി അല്ലേ? ഇതെന്റെ ടയറാ, ഇതെന്റെ ടയറാണ്. ഈ പാലത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും എനിക്കും എന്റെ പാർട്ടിക്കും വേണം. എന്നാലേ അടുത്ത ഇലക്ഷൻ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റൂ. മലപ്പുറം കൂരിയാട് ദേശീയപാതയുടെ സർവീസ് റോഡ് ഇടിഞ്ഞു. നല്ല പരിചയമുള്ള സ്ഥലമല്ലേ ലക്ഷ്മി? നമ്മുടെ തോട്ടല്ലേ? ഞാനാണെന്ന് പറയട്ടാ. പിന്നെ അത് വേണമെങ്കിൽ നീയാണെന്ന് പറഞ്ഞു. എന്തിന്? അതിന്റെ ഗമ നിനക്കിരിക്കട്ടെ. അത് കഴിഞ്ഞിരിക്കട്ടെ. ആ ഗമ ആശാനെ വെച്ചോ. ആശാന്റെ ഗമയെ പോയി ജല്ലി കിടക്കാമല്ലോ. ദേശീയപാത 66 മലപ്പുറം ജില്ലയിലെ കൂരിയാടാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ഈ പ്രധാന റോഡും അതോടൊപ്പം തന്നെ സർവീസ് റോഡും ഒരു ഭാഗത്തേക്ക് ഇടിഞ്ഞു വീണ ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ്. കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സംഗതി പ്രശ്നമാണ്. ഈ വർക്കിന് വേണ്ടി എന്നെ എത്രയോ ആർക്കിടെക്ട്സും മേജർ കോൺട്രാക്ടേഴ്സും സമീപിച്ചിട്ടുണ്ടെന്ന്. എന്നിട്ടും ഈ വർക്ക് ഞാൻ നിങ്ങൾക്ക് തന്നു. അല്ലാതെ ഇതെല്ലാം കൂടി നമ്മള് കുറ്റായോ? അല്ലടാ, എന്റെ വെറുതെ ആൾക്കാരെ കൊണ്ട് ചിരിപ്പിക്കണ്ട. ഏതായാലും സംഗതി ആകെ പ്രശ്നം തന്നെയാണ്. നാട്ടുകാരെ ബോധിപ്പിക്കണം. ഉണ്ടാക്കിയ സർവ്വനഷ്ടങ്ങൾക്കും പരിഹാരം കണ്ടിട്ട് പോയാൽ മതി. എനിക്കറിയാൻ പാടില്ല. ഞാൻ വരുന്ന വിളിക്കേണ്ടതാണ്. ഞാൻ പോണ്. ഇത് നിങ്ങളുടെ പ്രശ്നമാണ്. ഈ മലപ്പുറം കൂരിയാട് ദേശീയപാതയുടെ നിർമ്മാണ സമയത്ത് തന്നെ അതിന്റെ അപാകത ചൂണ്ടിക്കാണിച്ച ഒരാളുണ്ട്. അവിടുത്തെ കൽപ്പണിക്കാരനായ അബ്ദുൾ ലത്തീഫ്. അന്ന് എല്ലാവരും എന്നെ പുച്ഛിച്ചു. എന്നിട്ട് ഇപ്പൊ എന്തായി? എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ പാടവക്കത്ത് ചതുപ്പുള്ള ഏരിയയിൽ ഈ കട്ട കെട്ടുമ്പോൾ അതിന്റെ ഫൗണ്ടേഷൻ സെറ്റപ്പിൽ കൊടുക്കേണ്ടതായിരുന്നു. അത് ഓർക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നത്. അതുകൊണ്ട് സംഭവിച്ച ഒരു പ്രശ്നമാണ് ഇപ്പൊ. അതെ, ഒരു വിവരമില്ലാത്തവനായി പർച്ചേസിങ്ങിന് പോയത്. അതുകൊണ്ടാ, അല്ലാതെ സർക്കാരിന് പോലും ഒന്നും ചെയ്യാൻ മേലാത്ത അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യാനാ? ഒക്കെ ശരിയാക്കാം. ഈ വികസന പ്രവർത്തനം എന്ന് വെച്ചാൽ എന്താ? ഇതൊക്കെ തന്നെ. ഈ ചതുപ്പുള്ള ഏരിയയിൽ ഈ പാലം കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു ലൈൻ വരുന്നുണ്ടല്ലോ, ഈ ലൈൻ വരുന്നിടത്ത് ഏകദേശം ഒരു 5-6 മീറ്റർ പൈലിംഗ് ചെയ്യില്ല. അതേമാതിരി ഇടയ്ക്ക് ഒരു പൈലിംഗ് കൊടുത്തിട്ട് ആ ലൈനിൽ കറക്റ്റ് 4-5 മീറ്റർ താഴ്ചയിൽ മാന്തിയിട്ട് റീറ്റെയിനിങ് വാള് എത്ര മീറ്റർ വേണമെന്നോ ഏകദേശം 1 മീറ്റർ വീതിയിൽ വാൾ അടിച്ചിട്ട് അതിന്റെ മുകളിൽ നിന്ന് ഈ 2 സൈഡ് കെട്ടുകയാണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ഇത്ര പ്രശ്നം വരില്ലായിരുന്നു. അവരെല്ലാം കൂടെ ഇപ്പം മറ്റവരുടെ തലയെ കയറിക്കൊണ്ടിരിക്കുകയല്ലേ നമ്മുടെ പൊതുമരാമത്തിന്റെ. നിനക്കൊക്കെ തൃപ്തിയായില്ലടാ. പോച്ചു പറ്റില്ല. ഇന്റർനാഷണൽ നിന്നൊക്കെ